അവിടെ ആന്റണി, ഒരു നിമിഷം ഇപ്പോൾ തുടരുക. നെന്മാറ MLA കെ ബാബു ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. MLA, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പറമ്പിക്കുളത്ത് അടക്കമുള്ളത്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധവുമായിട്ടായിരിക്കും ഇനി പറമ്പിക്കുളം നിവാസികൾക്ക് വേണ്ടി അങ്ങ് മുന്നിട്ടിറങ്ങുക? അല്ല, ഇത് ഒന്ന് നിയമപരമായി പോകണം. അത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ച റിവ്യൂ പെറ്റീഷൻ ഇന്നലെ തന്നെ വക്കീൽ മുഖാന്തരം കൊടുത്തിട്ടുണ്ട്. ഇന്ന് കൊടുക്കും. മറ്റൊന്നുള്ളത്, ഇതില് ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റാൻ അവർക്കൊപ്പം അവർ ഉയർത്തുന്ന എല്ലാ സമരപ്രക്ഷോഭ പരിപാടികളും മുന്നിൽ തന്നെ നിൽക്കാം. അതിന്റെ ആലോചനാ യോഗം ഒന്നുകൂടെ നടത്തുന്നുണ്ട്. ഇന്ന് ഇവിടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ചും ഒരു ധർണയും രാവിലെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് പോകും. ഈ വിദഗ്ധ സമിതിയാണല്ലോ ഇപ്പോ ഇത് ഈ പറമ്പിക്കുളത്ത് കൊണ്ട് വിടണം എന്ന് തീരുമാനിക്കുന്നത്. അതേസമയം നമ്മുടെ ഗവൺമെന്റ് കൊടുത്തത് കോടനാട് കൊണ്ട് അതിനെ പരിശീലന കേന്ദ്രത്തിൽ കൊണ്ട് വിടണം എന്ന തീരുമാനമാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് തീരുമാനിച്ച് അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വിദഗ്ധന്മാർ പറഞ്ഞത് ഇവിടെ തീറ്റയുണ്ട് എന്നാണ്. തീറ്റ, ആനയ്ക്കുള്ള തീറ്റ ഓടയാണ്. പക്ഷെ സമാധാനപൂർണ്ണമായിട്ട് ഇപ്പോ ചിന്നക്കനാലില് അത് കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ ഒരു നല്ല തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ തന്നെ നിലനിർത്തണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ തീറ്റ എന്ന് പറഞ്ഞത് പറമ്പിക്കുളം ഒരു തേക്ക് പ്ലാന്റേഷൻ ആണ്. ഇത് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ടല്ലേ ഈ വന്യമൃഗങ്ങളൊക്കെ അടുത്ത കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അപകടമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ കൊണ്ടുവിടാൻ തീരുമാനിച്ചുള്ളാലും അതുപോലെ തന്നെ ഒരുക്കൊമ്പൻ റേഞ്ചിന്റെ ഭാഗം എന്ന് പറയുന്ന അപ്പറും ഉപ്പറും എല്ലാം ആദിവാസി ഊരുകളാണ്. തൊട്ടടുത്തുള്ള കുരിയാർകുറ്റി ഊരിൽ മാത്രം 90 കുടുംബമുണ്ട്. എത്ര ആളുകളുണ്ടാവും? പറമ്പിക്കുളം എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്നത് മുതലമട പഞ്ചായത്തിലെ ഒരു വാർഡാണ്. ആ വാർഡിൽ മാത്രം 14 ആദിവാസി ഊരുകളുണ്ട്. 611 കുടുംബമുണ്ട്. ഏകദേശം 2400-നടുത്ത് വരുന്ന ജനസംഖ്യ ഉണ്ട്. അതിന് പുറമെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തമിഴ്നാട്, കേരളയുണ്ട്. KSEB, അതായത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. PAP കോളനിയിലുള്ള ആളുകളുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ വേറെയുണ്ട്. ആശുപത്രികളുണ്ട്, അംഗൻവാടികളുണ്ട്, PHC ഉണ്ട്, അംഗൻവാടിയുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, കൊച്ചു കുട്ടികളുടെ ഒരു ഹോസ്റ്റലുണ്ട്. ഇതൊക്കെ ഈ ഒരു വാർഡിനകത്താണുള്ളത്. സ്വാഭാവികമായി ആശങ്ക ഉണ്ടാവുന്നതല്ലേ. അതൊന്ന് അതിർത്തി വിട്ടാന്ന് പറഞ്ഞാൽ പുഴയുടെ അക്കരെ പോയാൽ നേരെ പോകുന്നത് നമ്മുടെ ചാലക്കുടിയിലേക്കാണ്. അടുത്ത മണ്ഡലമാണ്. ഇവിടുന്ന് തന്നെ നേരെ പടിഞ്ഞാത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചിയാർമതി പറയും. ആ കുഞ്ചിയാർമതി അതിർത്തി എന്ന് പറയുന്നത് ആലത്തൂർ നിയോജക മണ്ഡലമാണ്. അതിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ തയ്യക്കല്ല് കോളനി. അതിന് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞു പോയാൽ എനിക്ക് അടുത്ത് മംഗൾഡാം. ഇവിടെ കുരിയാർകുറ്റി എത്തിക്കഴിഞ്ഞാൽ കച്ചിത്തോട്. പിന്നെ താഴേക്ക് ഇറങ്ങി വന്നാൽ ഈ പറഞ്ഞ രൂപത്തിൽ 30 ഏക്കർ അല്ലിമൂപ്പൻ കോളനി, തുടങ്ങി തേക്കടി കോളനി ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ താഴെ ഇറങ്ങിയ മുതലമട പഞ്ചായത്തിലെത്തും, കൊല്ലങ്കോട് എത്തും, നെന്മാറയിലെത്തും. എല്ലാം മലാതിർത്തിയാണ്. 51 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ നിയോജകമണ്ഡലത്തിലെ മുതലമട അറ്റം മുതൽ അങ്ങ് അയലൂര് മംഗൾ ഡാമിന്റെ ബോർഡർ വരെ അപ്പുറമായിട്ട് കിടക്കുന്നു. പിന്നെ മംഗൾ ഡാം. അപ്പൊ അതുകൊണ്ട് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക അകറ്റാൻ ഏതു തരത്തിലുള്ള പ്രക്ഷോഭമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടി വരുന്നത്, അത് പോകാൻ തന്നെയാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി കെ ബാബു MLA ഈ ഘട്ടത്തിൽ കേരള വിഷൻ ന്യൂസിനൊപ്പം പ്രതികരിച്ചതിന്. വീണ്ടും ആന്റണിയിലേക്ക് പോകുന്നു. ആന്റണി,